ഇന്നിപ്പോൾ അതാ നെയ്ച്ചോറും ചിക്കൻ കറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഏലക്കായ, പട്ട, ഗ്രാമ്പ് എന്നിവ നെയ്യിൽ വഴറ്റിയെടുക്കാം. അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഉള്ളി വാടാൻ ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും നെയ്ച്ചോറിന്, അതിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് മൂടി വെച്ച് വെള്ളം തിളപ്പിക്കാം. അപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരി കഴുകി എടുക്കാം. അപ്പോൾ അത് അരി കഴുകി എടുത്തിട്ടുണ്ട്. അരി ഇതിലിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ അത് നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ പകുതി വേവായിട്ടുണ്ട്. അതിൻ്റെ മേലായിട്ട് ക്യാരറ്റ് അരിഞ്ഞ് വെച്ച് ഇട്ടെടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നെയ്യിൽ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അതിൻ്റെ മേലായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ഉള്ളിയൊക്കെ അല്ലേ വറുത്തെടുത്തത്, അത് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ നെയ്ച്ചോറ് തയ്യാറായിട്ടുണ്ട്. നന്നായി എല്ലായിടും ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് വെക്കാം. ഇനി ഇത് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് വലിയ ജീരകം ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ഉള്ളി വാടാൻ ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഇളക്കി കൊടുത്ത് അതിലേക്ക് തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല എല്ലാ പൊടികളും ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നേരത്തെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ടെടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അത് നല്ലോണം തിള വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാം ലൂസും അല്ല, ഒരു ഗ്രേവി ആയിട്ടാണ്. അങ്ങനെയാണ് ഈ കറി. അപ്പോൾ നമ്മളെ ചാനലിൽ 124 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം.